പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം ചതുർവിംശോധ്യായ 24-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച തസ്യാം വിദർഭോ ജനയൽ പുത്രൗ നാമ്നാ കുശക്രതൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം രോമപാദസുതോ ബഭ്രോ കൃതിരജായത ഉശീത തൽസുതസ്തസ്മാൽ ചേരി ചൈദ്യാദയോ നൃവാ ക്രതസ്യ കുന്തി പുത്രോ പുൽ ദൃഷ്ടി തസ്യാത നിർവൃതി തതോ ദശാർഹോ നാമ്നാ പുൽ തസ്യ വ്യോമ സുതസ്തദാ ജീമൂതോ വികൃതിസ്തസ്യ യസ്യ ഭീമരഥസുത തതോ നവരഥപുത്രോ ജാതോ ദശരഥസ്തദാ കരംഭി ശകുനേ പുത്രോ ദേവരാധ തദാത്മജ ദേവക്ഷത്ര തതസ്തസ്യ മധു കുരുവശൽ അനൂ പുരുഹോത്രസ്ത്വനോ പുത്ര തസ്യായു സാത്വതസ്തത ഭജമാനോ ഭജിർദിവ്യോ വിഷ്ണു ദേവാവൃതോ അന്ധക. ശ്രീ ശിവബ്രഹ്മർഷി ആ യദു രാജാവിൻ്റെ ആ വംശത്തിൻ്റെ ചരിത്രം എങ്ങനെ പറയുകയാണ്. ഇതിൽ ആ കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞ ആ വിദർഭനായിരുന്നു ആ പുത്രൻ്റെ പേരെന്ന് പറഞ്ഞില്ലേ. ജാമകൻ്റെ പുത്രൻ്റെ പേര് വിദർഭനായിരുന്നു. ആ വിദർഭ വംശം മുതൽ ആരംഭിച്ചിട്ടുള്ള യാദവരിലുള്ള അവാന്തര വിഭാഗങ്ങളെല്ലാം പരാമർശിച്ചിട്ട് ഒടുവിൽ ആ ഭഗവാന്റെ അവതാരത്തിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്. അതോടെയാണ് ഈ അധ്യായവും ഈ സ്കന്ധവും സമാപിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ആ സൂര്യോദയം അങ്ങനെ സ്വാഗതം ചെയ്യണ അതൊരു ഭംഗി ഈ അധ്യായത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും കാണാം. ജാമകനെ പറഞ്ഞ ശൈബ്യയിലുണ്ടായില്ല വിദർഭൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന് പിതാവ് കൊണ്ടുവന്ന് കന്യയെ വിവാഹം കഴിപ്പിച്ചു എന്നും മുൻ അധ്യായത്തിൽ പറഞ്ഞ ആ വിദർഭൻ്റെ വംശമാണ് ഇനി പറയണത്. വിദർഭൻ ആ പത്നിയിൽ കുശൻ, ക്രഥൻ, രോമപാദൻ ഇങ്ങനെ 3 പുത്രന്മാരാണ് ഉണ്ടായത്. അവരിൽ രോമപാദൻ വംശത്തിന് ആനന്ദത്തെ വരുത്തിയവനായിരുന്നു. വിദർഭകുലനന്ദനം എന്ന് പറയാൻ കാരണതാണ്. അദ്ദേഹത്തിൻ്റെ പുത്രപൗത്രന്മാരായിട്ട് ബഭ്രു, കൃതി, കുശകൻ, ചേതി, ചൈദ്യൻ, അതായത് ശിശുപാലൻ്റെ പിതാവായിട്ടുള്ള ധർമ്മഘോഷൻ എന്നിവരുണ്ടായി. ഇനി അതാണ് ഈ രോമപാദൻ്റെ വംശം. ഇനി ക്രതൻ്റെ വംശം കുന്തി, ദൃഷ്ടി, നിർവൃതി, ദശാർഹൻ, വ്യോമൻ, ജീമൂതൻ, വികൃതി, ഭീമരഥൻ, നവരഥൻ, ദശരഥൻ, ശകുനി, കരംഭി, ദേവരാധൻ, ദേവക്ഷത്രൻ, മധു, കുരുവശൻ, അനു, പുരുഹോത്രൻ, ആയുസ്, സാത്വതൻ. ഇവരിൽ സാത്വതന് ഭജമാനൻ, ഭജി, ദിവ്യൻ, വൃഷ്ണി, ദേവാവൃതൻ, അന്തകൻ, മഹാഭോജൻ എന്നിങ്ങനെ 7 പേര് പുത്രന്മാരുണ്ടായി. ഈ സാത്വതസ്യ സുതാസപ്ത മഹാഭോജശ്ച മാരിഷ ഭജമാനസ്യ നിമ്ലോതി കിങ്കിണോ ദൃഷ്ടിരേവച ഏകസ്യാം ആത്മജാ പത്ന്യാം അന്യസ്യാം ചത്രയസ്സുതാ ശതാജിച്ച സഹസ്രാജിൽ അയുധാജിൽ ഇതി പ്രഭോ. ഈ സാത്വതൻ്റെ പുത്രനായിട്ടുള്ള ഭജമാന് ഒരു പത്നിയിൽ നിമ്ലോജി, കിങ്കിണൻ, ദൃഷ്ടി ഇങ്ങനെ 3 പേര് പുത്രന്മാരുണ്ടായി. വേറൊരു പത്നിയിൽ ശതാജിത്ത്, സഹസ്രാജിത്ത്, അയുധാജിത്ത് ഇങ്ങനെ 3 പേരും പുത്രന്മാരായിട്ടുണ്ടായി. ബഭ്രു ദേവാവൃതസുത തയോ ശ്ലോകൗ പഠന്ത്യമോ യഥൈവ ശൃണമോ ദൂരൽ സംപശ്യാമ തദന്തികൾ. ബഭ്രു ദേവാവൃതസുത, അതായത് ബഭ്രു എന്ന ആളാണ് ഈ ദേവാവൃതൻ്റെ പുത്രൻ. അതായത് സാത്വതൻ്റെ പുത്രന്മാരായിട്ട് 4ാമത്തെ പുത്രനാണ് ഈ 5ാമത്തെ പുത്രനാണ് ദേവാവൃതൻ. ആ ദേവാവൃതൻ്റെ പുത്രനാണ് ബഭ്രു. അവരെ 2 പേരെയും പറ്റിയിട്ട് ഇങ്ങനൊരു ശ്ലോകം പറയാറുണ്ടതാണ്. എന്താണ്? ദൂരെ നിന്ന് അവരെ പറ്റി എപ്രകാരം കേൾക്കുന്നുവോ അടുത്ത് നിന്ന് അതേ പ്രകാരം
കാണും ചെയ്യുമെന്ന് പറയണ എന്നാണ് പറയണത് അവരെ പറ്റിയിട്ട്. അതായത് വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു അവർ. അത് മുമ്പിൽ ദൂരെ നിന്ന് ആൾക്കാർ പറയണ മാതിരി കണ്ടാൽ ബോധ്യം വരെ അത്ര ശ്രേഷ്ഠന്മാരായിരുന്നു അവർ രണ്ടുപേരെന്നാണ് എൻ്റെ. ബഭ്രു ശ്രേഷ്ഠോ മനുഷ്യാണം ദേവൈർദേവാവൃതസമ പുരുഷാ പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ചാഷ്ടര യേ മൃതത്വമനുപ്രാപ്ത ബഭ്രോർദേവാവൃതാദവി മഹാഭോജോ വിധർമാത്മാ ഭോജ ആസം തദന്വയേ. മനുഷ്യാണം, മനുഷ്യരിൽ വെച്ച ബഭ്രു എന്ന് പറഞ്ഞ രാജാവ് വളരെ ശ്രേഷ്ഠനായിരുന്നു. ദേവാവൃതൻ എന്നുള്ള ദേവന്മാരോട് സമതുല്യനായിരുന്നു അത്രേ. അപ്പോൾ ബഭ്രുവിൽ നിന്നും ദേവാവൃതനിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ഷട്സഹസ്രാണി 6000 പഞ്ചഷഷ്ടി 65 അഷ്ടച 8 ഈ പുരുഷ യാതൊരാളുകൾ അമൃതത്വം അനുപ്രാപ്ത മുക്തിയെ പ്രാപിച്ചവരായി. മഹാഭോജനും ധർമാത്മ ആയിട്ടുള്ള ആളായിരുന്നു. തതന്നെ അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ഭോജരാജാക്കന്മാർ ധാരാളം ഉണ്ടായി എന്ന് പറയുകയാണ്. ആ ദേവാവൃതൻ്റെ പുത്രനാണ് ബഭ്രു. അവരെ പറ്റി പറഞ്ഞിട്ടാണ് 2 ശ്ലോകങ്ങൾ എന്ന് കേട്ടണമെന്ന് പറഞ്ഞില്ല. അതായത് അവരെ പറ്റി ജനങ്ങൾ പല വിശേഷങ്ങളും പറയുന്നു കേൾക്കും. അവർ സമീപത്തെത്തിയ എന്താണ് ആ ഗുണങ്ങളെല്ലാം അവരിൽ നേരിട്ട് ദർശിക്കാനും സാധിക്കും എന്നാണ് ആ 2 ശ്ലോകങ്ങളുടെ അർത്ഥം എന്നാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഈ വിഷ്ണേ സുമിത്ര പുത്രോ ഭൂൽ യുധാജിച്ചവരന്തവ ശിനിസ്തസ്യാനിമിത്രശ്ച നിമ്നോ ഭൂൽ അനമിത്രത സത്രാജിതപ്രസേനശ്ച നിമ്നസ്യാപ്യാസതു സുതൗ അനമിത്രസുതോ യോന്യ ശിനിസ്തസ്യാദ സത്യക യുയുധാന സത്യകിർവൈ ജയസ്തസ്യ കണിസ്തതാ കുണിസ്തതാ യുഗന്ധരോ അനമിത്രസ്യ കൃഷ്ണി പുത്രോപരസ്തതാ. ഈ സാത്വതൻ്റെ പുത്രൻ തന്നെയായിട്ടുള്ള വൃഷ്ണിയുടെ പുത്രന്മാരാണ് സുമിത്രൻ, യുധാജിത്ത് എന്നീ 2 പേര്. ഈ യുധാജിത്തിന് ശിനി, അനമിത്രൻ അങ്ങനെ 2 പേരുണ്ട്. അനമിത്രന് നിമ്നൻ, അദ്ദേഹത്തിന് സത്രാജിതൻ, പ്രസേൻ ഇങ്ങനെ 2 പേര്. അനമിത്രൻ്റെ തന്നെ വേറൊരു പുത്രനായിട്ടുള്ള മറ്റൊരു ശിനി, ആ ശിനിക്ക് സത്യകൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ യുധാനൻ അല്ലെങ്കിൽ സാത്യകി പുത്രൻ ജയൻ, അദ്ദേഹത്തിന് കുണി, അദ്ദേഹത്തിന് യുഗന്ധരൻ. അനമിത്രന് വിഷ്ണി എന്നുള്ള ഒരു പുത്രൻ, വേറൊരു വിഷ്ണിയും കൂടി ഉണ്ടായി. ശ്വഭൽക്ക ചിത്രരഥശ്ച ഗാന്ധിന്യാം ച ശ്വഭൽക്കഥ അക്രൂരപ്രമുഖ ആസൻ പുത്രാ 12 വിശ്രുത ആസംഗ സാരമേയശ്ച മൃദുരോ മൃദുവിൽ ഗിരി ധർമ്മവൃദ്ധ സുധർമാജ ക്ഷേത്രോപേക്ഷോരിമർദ്ദന ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച 12 തേഷാം സ്വസാ സുചീരാഖ്യ ദ്വാവക്രൂരസുതാവപി ദേവവാൻ ഉപദേവശ്ച തഥാ ചിത്രരഥാത്മജ പൃഥുർവിദൂരദാദ്യാശ്ച ബഹവോ വൃഷ്ണിനന്ദന. ഈ ഒടുവിൽ പറഞ്ഞുള്ള വിഷ്ണു, അനമിത്രന് ഒരു വിഷ്ണു എന്നുള്ള പുത്രൻ ഉണ്ടായില്ല. ആ വിഷ്ണുയുടെ പുത്രന്മാരാണ് ശ്വഭൽക്കൻ, ചിത്രരഥൻ 2 പേര്. ഈ ശ്വഭൽക്കന് ഗാന്ധിനിയിൽ പ്രമുഖന്മാരായിട്ടുള്ള അക്രൂരനും അത്ര തന്നെ പ്രസിദ്ധന്മാരായിട്ടുള്ള ആസംഗൻ, സാരമേയൻ, മൃദുരൻ, മൃദുവിത്ത്, ഗിരി, ധർമ്മവൃദ്ധൻ, സുകർമാവ്, ക്ഷേത്രോപേക്ഷൻ, അരിമർദ്ദനൻ, ശത്രുഘ്നൻ, ഗന്ധമാഹൻ, പ്രതിബാഹു ഇങ്ങനെ 12 പേരും അങ്ങനെ ചേർന്നിട്ട് 13 പുത്രന്മാരുണ്ടായി എന്ന് പറയുകയാണ്. അവർക്ക് സുചിര എന്നൊരു സഹോദരി ഉണ്ടായി അക്രൂരന്. ദേവവാൻ, ഉപദേവൻ ഇവർ അക്രൂരൻ്റെ പുത്രന്മാരാണ്. പൃഥു, വിദൂരഥൻ തുടങ്ങിയവർ ചിത്രരഥൻ്റെ പുത്രരാണ്. ഇങ്ങനെ വിഷ്ണുയുടെ വംശത്തിൽ അനേകം പേരുണ്ട്. കുകുരോ ഭജമാനശ്ച ശുചി കമ്പളബർഹിഷ കുകുരസ്യ സുതോവന്നിർ വിലോമാതനയസ്തഥാ കപോദരോമാ തസ്യാനു സഖാ യസ്യ ച തുമ്പുരു അന്തകോദുന്ദുവിത്തസ്മൽ അരിജ്യോത പുനർവസൂ. 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് വൃഷി ദേവാവൃതോ അന്തക, അതായത് ഗുരുഹോത്രസ്തു അനോപുത്ര തസ്യായു സാത്വത. അങ്ങനെ സാത്വതന് ഭജമാനൻ, ഭജി, ദിവ്യൻ, വൃഷ്ണി, ദേവാവൃതൻ, അന്തകൻ,
മഹാഭോജൻ, ഇങ്ങനെ 7 പുത്രന്മാരുണ്ടെന്ന് നോക്കിയാൽ അതിൽ ഈ അന്തകൻ്റെ പുത്രന്മാരാണ് ഇവിടെ പറഞ്ഞുള്ള കുകുരൻ, ഭജമാനൻ, ശുചി, കമ്പളപരീക്ഷൻ, ഇങ്ങനെയുള്ള 4 പേര്. ഈ കുകുരൻ്റെ പുത്രൻ വന്നി, അദ്ദേഹത്തിൻ്റെ പുത്രൻ വിലോമാവ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ കപോതരോമാവ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ തുമ്പുരുവിൻ്റെ മിത്രമായിട്ടുള്ള അനു, അദ്ദേഹത്തിന് വേറൊരു അന്തകൻ പുത്രനായിട്ടുണ്ടായി. ആ അന്തകന് ദുന്ദുവി, അദ്ദേഹത്തിന് അരിദ്യോതൻ, അദ്ദേഹത്തിന് പുനർവസു. തസ്യാഹുഹശ്ചാഹുഈ ച കന്യാ ചൈവാഹുകാത്മജൗ ദേവകശ്ചോഗ്രസേനശ്ച ചത്വാരോ ദേവകാത്മജാ ദേവവാനുപദേവശ്ച സുദേവോ ദേവവർദ്ധന തേഷാം സ്വസാര സപ്താസൻ ധൃതദേവാദയോ ധ്രുവാ ശാന്തിദേവോപദേവാച ശ്രീദേവാ ദേവരക്ഷിത സഹദേവാ ദേവകീച വസുദേവ ഉവാഹത. ഈ പുനർവസു, അതായത് അരിദ്യോതൻ്റെ പുത്രനായിട്ടുള്ള പുനർവസുവിന് ആഹുകൻ എന്നുള്ളൊരു പുത്രനും ആഹുകി എന്നുള്ള ഒരു പുത്രിയും ഉണ്ടായി. ആഹുകൻ്റെ പുത്രന്മാരാണ് ദേവകനും ഉഗ്രസേനും. ആ ദേവകന് ദേവവാൻ, ഉപദേവൻ, സുദേവൻ, ദേവവർദ്ധനൻ എന്ന് 4 പുത്രന്മാരും അവർക്ക് ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവരക്ഷിത, സഹദേവ, ദേവകി, ഇങ്ങനെ 7 സഹോദരിമാരും. അതായത് ഇവർ 7 പേരും ആ ദേവകൻ്റെ പുത്രിമാരാണ്. ആ 7 കന്യകമാരെയും വസുദേവൻ വിവാഹം കഴിച്ചു. കംസ സുനാമാന്യഗ്രോധ കങ്കശങ്കു സുഹുസ്തത രാഷ്ട്രപാലോദ സൃഷ്ടിശ്ച തുഷ്ടിമാന ഉഗ്രസേനയ കംസവതി കങ്കാ ശുരഭൂരാഷ്ട്രപാലിക ഉഗ്രസേന ദുഹിതരോ വസുദേവാനുജസ്ത്രിയാ ശൂരോ വിദൂരദാദാസീൽ ഭജമാന സുതസ്തദാ ശിരിസ്തസ്മാൽ സ്വയം ഭോജോ തൽസുതോമതാ. ഇനി ആ ദേവകനും ഉഗ്രസേനും സഹോദരന്മാരായിരുന്നു പറഞ്ഞില്ലേ, ആഹുവിൻ്റെ പുത്രന്മാരായിരുന്നു പറയുകയാണ്. അതിൽ ദേവകൻ്റെ പുത്രന്മാരെയും അതുമാതിരി പുത്രിമാരെയും പറയും. ഇനി ഉഗ്രസേനൻ്റെ മക്കളെ പറയുകയാണ്. കംസൻ, സുനാമാവ്, ന്യഗ്രോധൻ, കങ്കൻ, ശങ്കു, സുഹു, രാഷ്ട്രപാലൻ, സൃഷ്ടി, തുഷ്ടിമാൻ, ഇവരൊക്കെയാണ് ഉഗ്രസേനൻ്റെ പുത്രന്മാർ. കംസവതി, കങ്ക, ശരഭു, രാഷ്ട്രപാലിക, ഇവർ ഉഗ്രസേനൻ്റെ പുത്രിമാരുമാണ്. ഈ പുത്രിമാരെയൊക്കെ വസുദേവൻ്റെ അനുജൻ്റെ പത്നിമാരാണ് ഇവർ. ഇനി അന്തകൻ്റെ 2ാമത്തെ പുത്രനായിട്ടുള്ള ഭജമാനൻ്റെ പുത്രനാണ് വിദൂരഥൻ. അദ്ദേഹത്തിന് ശൂരന് ശിനിക്ക് സ്വയംഭോജൻ, അദ്ദേഹത്തിന് ഹൃദീകൻ. വൃഷ്ണിയുടെ വംശത്തിൽ തന്നെ ചിത്രരഥൻ്റെ പുത്രന്മാരിൽ ഒരാളായിട്ടുള്ള ഈ വിദൂരനിൽ നിന്നാണ് ശൂരൻ. അദ്ദേഹത്തിന് ഭജമാനന് ശിനി, അങ്ങനെ ജനിച്ചാണെന്ന് പത്മപുരാണ ഹരിവംശത്തിലൊക്കെ പറയണത്. അതാ അവിടെ ഇതൊക്കെ ഈ അങ്ങനെ പേരും കൂടെ ഒരേ പേരാവുണ്ടേ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിട്ടോ. ഏതായാലും ഇതൊക്കെ യദുവംശത്തിലാണ്, ധരിച്ചാൽ മതി. ദേവബാഹു ശതധനു കൃതവർമ്മേതി തൽസുത ദേവമീഡസ്യ ശൂരസ്യ മാരിഷാനാമപത്ന്യഭൂൽ തസ്യാം സജനയാമാസ ദശപുത്രാനകൽമഷൻ വസുദേവം ദേവഭാഗം ദേവശ്രവസമാനകം സൃഞ്ജയം ശ്യാമകം കങ്കം ശമീകം വത്സകം മൃഗം ദേവദുന്ദുവയോ നേതു ആനകാ യസ്യ ജന്മനി. ഈ ഹൃദീകൻ്റെ പുത്രന്മാരാണ്. അതായത് ശിനിക്ക് സ്വയംഭോജൻ, അദ്ദേഹത്തിന് ഹൃദീകൻ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ. ആ ഹൃദീകൻ്റെ പുത്രന്മാരാണ് ദേവബാഹു, ശതധനുസ്, കൃതവർമാവ് എന്നിവർ. ഈ ദേവമേടനും ഹൃദീകൻ്റെ പുത്രനാണ്. ആ ദേവമേടൻ്റെ പുത്രനാണ് ശൂരൻ. അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മാരിഷയിൽ ഈ ശൂരനെന്നും ശൂരസേനെന്ന് രണ്ടും പറയും. അദ്ദേഹത്തിന് മാരിഷയിൽ 10 പുത്രന്മാരുണ്ടായിരുന്നാണ്. അവരാണ് വസുദേവൻ, ദേവഭാഗൻ, ദേവശ്രവസ്, ആനകൻ, സൃഞ്ജയൻ, ശ്യാമകൻ, കങ്കൻ, സമീകൻ, വത്സകൻ, മൃഗൻ എന്ന് 10 പേര്. ഈ വസുദേവൻ ജനിച്ച സമയത്ത് ആകാശത്ത് നിന്ന് ദുന്ദുവി, ആനകം മുതലായിട്ടുള്ള വാദ്യങ്ങളൊക്കെ മുഴങ്ങിയെന്നാണ്. അക്കാരണം കൊണ്ട് വസുദേവർക്ക് ആനകദുന്ദുഭി എന്നൊരു പേരും കൂടി സിദ്ധിച്ചിട്ടുണ്ട്.
വസുദേവം ഹരേ സ്ഥാനം വദന്ത്യാനകദുന്ദുഭിം വൃതാച ശ്രുതദേവാച ശ്രുതകീർത്തി ശ്രുതശ്രവാ രാജാതിദേവീ ചൈതേഷാം ഭഗിന്യ പഞ്ചകന്യക കുന്ദേ സഖ്യു പിതാശൂരോ ഹ്യപുത്രസ്യ പൃഥാം അദാൽ. ഹരേ സ്ഥാനം സാക്ഷാൽ ഭഗവാന്റെ ജന്മത്തിന് ആധാരഭൂതനായിട്ടുള്ള വസുദേവൻ, ആ വസുദേവനെ ആനകദുന്ദുവി എന്നും വദന്തി പറഞ്ഞു വരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ആ അദ്ദേഹം ജനിച്ച സമയത്ത് ഈ ആനകദുന്ദികളൊക്കെ സ്വർഗ്ഗലോകത്തിൽ മുഴങ്ങിയെന്നാണ്. കാരണം ഭഗവാന്റെ അച്ഛൻ ജനിച്ചതിൻ്റെ സന്തോഷം അപ്പോഴേക്കും തന്നെ ദേവലോകത്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഈ വാദ്യങ്ങളൊക്കെ മുഴങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആനകദുന്ദുവി എന്ന് പേര് പറഞ്ഞു. പിന്നെയോ ഇവർക്ക് ഈ 10 സഹോദരന്മാർക്ക് സഹോദരിമാരായിട്ടുണ്ടായവരാണ് പൃഥ, ശ്രുതദേവ, ശ്രുതകീർത്തി, ശ്രുതശ്രവ, രാജാതിദേവി. അങ്ങനെ 5 കന്യകമാരാണ് ഉണ്ടായത്. ഇതിൽ ഇവരുടെ അച്ഛനായിട്ടുള്ള ശൂരൻ, പിതാ ശൂര, സഖ്യു കുന്ദേ, തൻ്റെ സഖാവായിട്ടുള്ള കുന്തിഭോജന് പൃഥാം, പൃഥയെ ആധാൽ ദത്തുപുത്രിയായിട്ട് കൊടുത്തു. അതാണ് പൃഥ പിന്നീട് കുന്തി ദേവി എന്നുള്ള പേരിൽ അറിയാൻ കാരണം. സാവ ദുർവാസസോ വിദ്യാം ദേവഹൂതീം പ്രതോഷിതാൽ തസ്യാ വീര്യപരീക്ഷാർത്ഥം ആജുഹാവ രവിം ശുചിം. പ്രതോഷിതാൽ ദുർവാസസ, അതായത് ഈ പൃഥ കുന്തിഭോജൻ്റെ ദത്തുപുത്രിയായിട്ട് കൊടുത്തുള്ള പൃഥ അവിടെ ചെന്ന് കുന്തിഭോജൻ്റെ മകളായിട്ട് കഴിയുന്ന സമയത്ത് അവിടെ ദുർവാസാവ് മഹർഷി അതിഥിയായിട്ട് വന്നു. അദ്ദേഹത്തിനെ വളരെയധികം സന്തോഷിപ്പിച്ചു ശുശ്രൂഷ കൊണ്ട്. അപ്പോൾ അങ്ങനെ സന്തുഷ്ടനാക്കപ്പെട്ട ദുർവാസാവ് മഹർഷി അവൾക്ക് ഈ കുന്തി ദേവിക്ക് ദേവഹൂതി എന്ന് പറഞ്ഞുള്ള ഒരു വരം കൊടുത്തു എന്നാണ്. അവൾ ആ ദേവഹൂതിൻ വിദ്യാം ആവ, ആ ദേവന്മാരെ വിളിച്ചു വരുത്താൻ ഉതകുന്നതായുള്ള വിദ്യയെ സമ്പാദിച്ചിട്ട് തസ്യ വീര്യപരീക്ഷാർത്ഥം, അതിൻ്റെ ആ വരത്തിൻ്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പകാലത്തെ ഒരു കന്യകയാണ് എന്ത് ചെയ്തു, ശുചിം രവിം ആജുഹാവ, ശുദ്ധനായിട്ടുള്ള സൂര്യനെ ആഹ്വാനം ചെയ്തു എന്നാണ്. തദൈവോപാഗതം ദേവം വീക്ഷ്യ വിസ്മിതമാനസ പ്രത്യയാർത്ഥം പ്രയുക്താമേ യാഹി ദേവ ക്ഷമസ്വമേ. ഈ വരം ചൊല്ലി വിളിച്ച സമയത്ത് സൂര്യദേവൻ അവിടെയാണ് എത്തി. തത് ഏവ സമീപത്തെത്തിയ ദേവം വീക്ഷ്യ, സൂര്യദേവനെ കണ്ടിട്ട് വിസ്മിതമാനസ, കുന്തിദേവി കുട്ടിയാണേ, അവൾ അത്ഭുതപ്പെട്ടു പോയി. അവർ ഇത്ര ശക്തി ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയതാണ്. ഏതാണ് സൂര്യദേവൻ എന്നിട്ട് പറഞ്ഞു, ഹേ ദേവ മേ പ്രത്യേക, ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കി ഈ മന്ത്രം ജപിച്ച് നോക്കിയതാണ് പ്രയുക്ത, അതുകൊണ്ട് യാഹി അങ്ങ് പോയാലും എനിക്ക് മാപ്പ് തരണേ എന്നൊക്കെ കുന്തിദേവി സൂര്യദേവനോട് പറഞ്ഞു. അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, അമോഘം ദർശനം ദേവി ആദൽസേ ത്വയി ചാത്മജം യോനിർയഥാ ന ദുഷ്യേത ഭർത്താഹം തേ സുമധ്യമേ. ഹേ ദേവി, ദർശനം അമോഘം, എൻ്റെ ദർശനം ഉണ്ടല്ലോ അതൊരിക്കലും നിഷ്ഫലമാവാൻ കഴിയില്ല. തൊയി ആത്മജം ആദൽസേ, ഞാൻ ഭവതിയിൽ ഒരു പുത്രനെ ആദാനം ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. ഹേ സുമധ്യമേ, സുന്ദരി, യഥാ തേ, എപ്രകാരം നിന്റെ ഈ യോനി ദുഷിക്കില്ലയോ അപ്രകാരം ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്നിൽ നിന്ന് പുത്രൻ ഉണ്ടായിച്ചാലും നിന്റെ കന്യകാത്വം നശിക്കില്ല എന്ന് സൂര്യദേവൻ വരം കൊടുത്തു. ഇതി തസ്യാംസാദായ ഗർഭം സൂര്യോ ദിവം ഗത സദ്യ കുമാരസംജജ്ഞേ ദ്വിതീയൈവ ഭാസ്കര. ഇപ്രകാരം പറഞ്ഞ് ഇതി സ സൂര്യ, ആ സൂര്യഭഗവാൻ തസ്യാം ഗർഭം ആദായ, ആ കുന്തിദേവിയിലെ ഗർഭത്തെ ആദാനം ചെയ്തിട്ട് ദിവം ഗത, ആകാശത്തേക്ക് തന്നെ തിരിച്ചുപോയി. സദ്യ, അപ്പോൾ തന്നെ ദ്വിതീയ ഭാസ്കര, വേറൊരു സൂര്യനെ എന്ന പോലെ കുമാര, ഒരു ഉണ്ണി ജനിച്ചു എന്ന് പറയുകയാണ്. തം സത്യജൻ നദീതോയേ കൃച്ഛലോകസ്യ വിദ്യതി പ്രപിതാമഹ താമുവാഹ പാണ്ഡുർവൈ സത്യവിക്രമ. ലോകസ്യ വിദ്യതി സ, ലോകാപവാദത്തെ ഭയന്നിട്ടുള്ള അവള് കൃച്ഛ്രാൽ, വളരെ വിഷമത്തോടു കൂടിയിട്ട് തം, ആ ബാലനെ നദീതോയെ അത്യജൽ, നദീജലത്തിൽ ഉപേക്ഷിച്ചു. ഒരു പെട്ടിയിലാക്കിയിട്ട് ഒഴിച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞില്ല, അതിരഥൻ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ മുമ്പ് 22-ാമത്തെ അധ്യായത്തിലോ കേൾക്കണ വായിച്ച് ഓർമ്മിക്കേണ്ടായി. സത്യവിക്രമ പ്രപിതാമഹ, യഥാർത്ഥ പരാക്രമിയും പ്രപിതാമഹ, അങ്ങയുടെ മുതുമുത്തച്ഛനുമായ പാണ്ഡു താം വൈ, അവളെ യഥാകാലം ഉവാഹ, വിവാഹം കഴിച്ചു.
ശ്രുതദേവം തു കാരൂഷോ വൃദ്ധശർമാ സമഗ്രഹിൽ യസ്യാമബുൽദന്തവക്ത്ര ഋഷിസപ്തോദ്ധിതേ സുത കൈകേയോ ദൃഷ്ടകേതുശ്ച ശ്രുതകീർത്തിമവിന്ദതം സന്ദർദനാദയസ്തസ്യ പഞ്ചാസൻ കൈകയാസുതാ രാജാതിദേവ്യാം ആവന്ദ്യൗ ജയസേനോ ജനിഷ്ഠഃ ദമഘോഷശ്ചേതിരാജ ശ്രുതശ്രവസമഗ്രഹീൽ. ഇനി കുന്തിദേവിയുടെ മറ്റ് സഹോദരിമാരുടെ കഥ പറയുകയാണ്. കരൂഷം എന്ന രാജ്യത്തിലെ അധിപനായിട്ടുള്ള വൃദ്ധശർമാവാണ് ശ്രുതദേവയെ വിവാഹം കഴിച്ചത്. വസുദേവൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രുതദേവയെ വിവാഹം കഴിച്ചത്. എന്താണ് സനകാദി മഹർഷിയുടെ ശാപം കൊണ്ട് ആദ്യ ജന്മത്തിൽ ദിതിയുടെ പുത്രനായിട്ടുള്ള ഹിരണ്യാക്ഷൻ പിന്നീട് രണ്ടാമത്തെ ജന്മത്തിൽ കുംഭകർണനായിട്ട് ജനിച്ചു. ഇപ്പോൾ ഈ വൃദ്ധശർമാവിൻ്റെ പുത്രനായിട്ട് ശ്രുതദേവിയുടെ ദന്തവക്ത്രൻ എന്നുള്ള പേരിൽ ജനിച്ചു. ശ്രുതകീർത്തിയെ, അതായത് മറ്റേ സഹോദരിയായ ശ്രുതകീർത്തിയെ കേകയ രാജാവായിട്ടുള്ള ദൃഷ്ടകേതു വിവാഹം കഴിച്ചു. ആ ദാമ്പത്യത്തിൽ കേകയന്മാരെന്നറിയപ്പെടുന്ന സന്ദർദനം മുതലായിട്ടുള്ള 5 പുത്രന്മാരുണ്ടായി. അവന്തി രാജാവായിട്ടുള്ള ജയസേനൻ, രാജാതിദേവി എന്നുള്ള സഹോദരിയിലെ വസുദേവ സഹോദരിയിലെ വിന്ദാനുവിന്ദന്മാർ ഉണ്ടായി. ചേതിരാജാവായിട്ടുള്ള ദമഘോഷൻ ശ്രുതശ്രവസിനെ വിവാഹം കഴിച്ചു. ശിശുപാലസുതസ്തസ്യ കഥിതസ്തസ്യ സംഭവ ദേവഭാഗസ്യ കംസായം ചിത്രകേതു ബൃഹദ്ബലൗ കംസവത്യം ദേവശ്രവസ സുവീര ഇഷുമംസ്തഥാ കങ്കായാമാനകാൽജാത സത്യജിൽ പുരുജിൽ തഥാ സൃഞ്ജയോ രാഷ്ട്രവാല്യം ച വിഷദുർമർഷണാദികൻ ഹരികേശഹിരണ്യാക്ഷൗ ശൂരഭൂമ്യാം ച ശ്യാമകം മിശ്രകേശ്യാം അപ്സരസി മൃഗാദീൻ വത്സകസ്തഥാ തക്ഷപുഷ്കരശാലാദീൻ ദുർവാക്ഷ്യം മൃഗ ആദരേ. ദമഘോഷന്റെ പുത്രനാണ് ശിശുപാലൻ. ഹിരണ്യകശുവിൻ്റെ ആ 3ാമത്തെ ജന്മമായിട്ട് ശിശുപാലൻ. ഇത്രയാണ് വസുദേവൻ്റെ സഹോദരിമാരുടെ പരമ്പര. ഇനി ദേവഭാഗന്, അതായത് വസുദേവൻ്റെ സഹോദരപുത്രന്മാരെ പറ്റിയാണ്. ദേവഭാഗന് കംസ എന്ന വള്ളി ചിത്രകേതുവും ബൃഹദ്ബലനും ജനിച്ചു. ദേവശ്രവസിന് കംസവതിയിൽ സുവീരൻ ഇഷുമാൻ എന്നിവരും, ആനകന് കങ്ക എന്ന പത്നിയിൽ സത്യജിത്ത് പുരുജിത്ത് എന്നിവരും ഉണ്ടായി. സൃഞ്ജയന് രാഷ്ട്രപാലിയിലെ വൃഷൻ ദുർമർഷൻ മുതലായവരും, ശ്യാമകന് ശൂരഭൂമിയിലെ ഹരികേശൻ ഹിരണ്യാക്ഷൻ എന്നിവരും ഉണ്ടായി. വത്സകന് മിശ്രകേശി എന്ന അപ്സരസിലെ വൃഗൻ മുതലായവരും, വൃഗന് ദുർവാക്ഷയിൽ തക്ഷൻ, പുഷ്കരൻ, ശാലൻ എന്നിവരും ഉണ്ടായി. ഈ വസുദേവൻ്റെ 5 സഹോദരന്മാരാണ് ഉഗ്രസേന പുത്രിമാരായിട്ടുള്ള കംസന്റെ സഹോദരിമാരായിട്ടുള്ള അവർ വിവാഹിച്ചു. അവരുടെ പുത്രന്മാരൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി സുമിത്ര അർജുന ബാലാദീൻ സമീകാത്തു സുധാമിനി കങ്കശ്ച കർണികായാം വൈ ഋതധാമജയാവി പൗരവീ രോഹിണീ ഭദ്ര മധുരാരോചന ഇള ദേവകീ പ്രമുഖ ആസൻ പത്ന്യ ആനകദുന്ദുവേ ബലം ഗതം സാരണം ച ദുർമദം വിപുലം ധ്രുവം സുദേവസ്തു രോഹിണ്യാം കൃതാദീനുതപാദയൽ സുഭദ്രോ ഭദ്രവാഹശ്ച ദുർമദോ ഭദ്ര ഏവ വാ പൗരവ്യാസ്തനയാഹ്യേതേ ഭൂതാദ്യാ ദ്വാദശാഭവൻ നന്ദോപനന്ദ കൃതക ശൂരാദ്യാ മധുരാത്മജാ കൗസല്യാ കേശിനം ത്വേകം അസൂതകുലനന്ദനം. സുദാമിനി എന്നാൾ ശമീകനിൽ നിന്ന് സുമിത്രൻ, അർജുനൻ, പാലൻ ഇവർക്ക് ജന്മം നൽകി. കങ്കന് കർണികയില് ഋതധാമൻ, ജയൻ ഇങ്ങനെ ഉള്ള പുത്രന്മാരുണ്ടായി. പൗരവി വസുദേവന്റെ പത്നിമാരെ പറ്റി പറയുകയാണ്. പൗരവി, രോഹിണി, ഭദ്ര, മതിര, രോചന, ഇള, ദേവകി മുതലായവരെല്ലാവരും വസുദേവ പത്നിമാരായിരുന്നു പറയുകയാണ്. ഈ വസുദേവന് രോഹിണിയിലെ ബലൻ, ഗദൻ, സാരണൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ, കൃതൻ മുതലായിട്ടുള്ള പുത്രന്മാരുണ്ടായി. പിന്നെയോ പൗരവിയുടെ പുത്രന്മാരായിട്ട് വസുദേവന് സുഭദ്രൻ, ഭദ്രവാഹൻ, ദുർമദൻ, ഭദ്രൻ, ഭൂതൻ ഇങ്ങനെ 12 പേരാണ് ഉണ്ടായത്. മധുരയില് നന്ദൻ, ഉപനന്ദൻ, കൃതകൻ, ശൂരൻ മുതലായവരുണ്ടായി. അതുമാതിരി കൗസല്യയില് കേശീന എന്നുള്ള ഒരു പുത്രനെ ഉണ്ടായുള്ളൂ. വസുദേവർക്ക് ആകെ 18 പത്നിമാരാണെന്ന്
പ്രഥമസ്കന്ധത്തിൽ വ്യാഖ്യാനത്തിലുള്ള ഭാഗവതത്തിൽ പേരെടുത്ത് പറയാത്തവരെ പറ്റി അവിടെ കാണാമെന്നാണ് പറയണത്, കാണാം. പിന്നെയോ രോചനായാമതോ ജാത ഹസ്തഹേമാങ്കദാദയാ ഇലായാം ഉരുവൽക്കാദീൻ യദുമുഖ്യാനജീജനൽ വിപൃഷ്ടോ ധൃതദേവായം ഏക ആനഗദുന്ദുവേ ശാന്തിദേവാത്മജാരാജൻ ശ്രമപ്രതിശ്രുതാദയാ രാജാന കൽപ്പവർഷാദ്യ ഉപദേവാസുതാദശ വസുഹംസസു വംശാദ്യ ശ്രീദേവായാസ്തു ഷട്സുതാ ദേവരക്ഷിതയാ ലബ്ധ നവചത്രഗദാദയ വസുദേവ സുതാവഷ്ടാവാദധേ സഹദേവയാ ഗുരുവിശ്രുതമുഖ്യാംസ്തു സാക്ഷാൽ ധർമ്മോ വസൂനിവ വസുദേവസ്തു ദേവക്യാം അഷ്ടപുത്രാനജീജനൽ കീർത്തിമന്തം സുഷേണം ച ഭദ്രസേനമുദാരധി ഋജും സന്ദർദനം ഭദ്രം സംഘർഷണമഹീശ്വരം. വസുദേവർക്ക് രോചനയില് ഹസ്തൻ ഹേമാങ്കദൻ മുതലായിട്ടുള്ളവരുണ്ടായി, ഇളയില് ഉരുവൽക്കൻ മുതലായിട്ടുള്ളവരുണ്ടായി. ഇവരെല്ലാം യാദവന്മാരിൽ ശ്രേഷ്ഠന്മാരായിരുന്നു. ധൃതദേവയില് വിവൃഷ്ടൻ എന്നുള്ളൊരു പുത്രൻ, ശാന്തിദേവയില് ശ്രമൻ പ്രതിശ്രുതൻ, ഇങ്ങനെ 2 പുത്രന്മാര്. ഉപദേവയില് കൽപ്പവൃക്ഷം മുതലായിട്ടുള്ള 10 പുത്രന്മാരുണ്ടായി. ശ്രീദേവയില് വസുഹംസൻ തുടങ്ങിയിട്ടുള്ള 6 പേരുണ്ടായി. ദേവരക്ഷിതയില് ഗദൻ മുതലായിട്ടുള്ള 9 പേര് പുത്രന്മാരുണ്ടായി. സഹദേവയില് വസുദേവർക്ക് പുരു വിശ്രുതൻ മുതലായിട്ടുള്ള പുത്രന്മാരുണ്ടായി. ഇവരെല്ലാവരും ധർമ്മപ്രജാപതിയുടെ പുത്രരായിട്ടുള്ള അഷ്ടവസുക്കൾ ആയിരുന്നു എന്ന് പറയുകയാണ്. ദേവകിയില് ഉദാരമതിയായിട്ടുള്ള വസുദേവന് 8 പുത്രന്മാരുണ്ടായി. അതിൽ കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, സർപ്പരാജാവായിട്ടുള്ള ആ സാക്ഷാൽ സംഘർഷണമൂർത്തിയായിട്ടുള്ള ബലരാമൻ, ഇങ്ങനെ 7 പേരാണ് ഉണ്ടായത്. അഷ്ടമസ്തു തയോരാസീൽ സ്വയമേവ ഹരിക്കില സുഭദ്രാ ച മഹാഭാഗാ രാജൻ പിതാമഹി. അതിനുശേഷം ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് പരീക്ഷിത്തേ സാക്ഷാൽ ഹരി സ്വയം തയോ ആസീൽ, അത് ഭഗവാൻ അവർക്ക് പുത്രനായിട്ടുണ്ടായി. ഇത്രയെന്നാണ്. പിന്നെയോ അങ്ങയുടെ ഭാഗ്യം പറയണോ, തവ പിതാമഹി അങ്ങയുടെ മുത്തശ്ശിയെയും മഹാഭാഗ്യയായിട്ടുള്ള സുഭദ്രയും ഈ ദേവകിയുടെ പുത്രിയായിരുന്നു എന്ന് പറയുകയാണ്. അത്ര ഭാഗ്യവാനാണ് അങ്ങ്. 55ാമത്തെ ശ്ലോകം ശ്രീ ശിവബ്രഹ്മർഷി അങ്ങനെ പറയുമ്പോൾ ഇതുവരെ അങ്ങനെ രാജാക്കന്മാരുടെ വംശപരമ്പര അവരുടെ പേരും ഇങ്ങനെ പറഞ്ഞ് പരീക്ഷത്തിനോടിൽ കുറച്ചിങ്ങനെ ഒരു മയക്കം വരുമോ എന്ന് പെട്ടെന്നൊരു ഉണർവിന് വേണ്ടിയിട്ടാണ് അഷ്ടമസ്തു തയോരാസിയിൽ എന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ശ്രീ ശിവബ്രഹ്മർഷി അങ്ങനെ തുടങ്ങുന്നത്. അതായത് പെട്ടെന്ന് ആ സദസ്സിനും എല്ലാവർക്കും ഒരു ഉണർവ് വരാൻ വേണ്ടിയുള്ള രീതിയിലാണ് ആ ഘോഷശബ്ദം. പിന്നെയോ പരീക്ഷത്തിൻ്റെ ശ്രദ്ധ പ്രത്യേകം എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായിട്ടുള്ള സുഭദ്രയെ കൂടി അങ്ങോട്ട് സ്മരിച്ചു. അതായത് തൻ്റെ വംശം ഇങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ ഇതാണെന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സുഭദ്രക്ക് മഹാഭാഗ എന്ന് പറഞ്ഞ കാരണം അകാല വൈദവ്യം വന്നു, സുഭദ്രത്തിൽ അഭിമന്യു മരിച്ചു, ഗർഭക്ലേശങ്ങളൊക്കെ സഹിച്ചവളാണെങ്കിൽ കൂടിയിട്ട് ആ വംശം നിലനിർത്തി എന്നുള്ളത് കൊണ്ടും ഭാഗവത മഹാപുരാണത്തിന് ജന്മം കൊടുത്ത പരീക്ഷത്തിൻ്റെ അമ്മയാണെന്നുള്ളത് കൊണ്ടും ഭാഗ്യവതിയാണ് ഈ സുഭദ്ര എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അവിടെ സ്വയമേവ എന്നൊരു വാക്യം കൊണ്ട് എന്താണ് ഭഗവാൻ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വശംവദനായിട്ടോ ഒന്നുമല്ല ഭഗവാൻ. പിന്നെ എന്തിനാണ് അതിനി അടുത്തുള്ള ശ്ലോകങ്ങളിൽ പറയും. ആരുടെയും പ്രേരണയ്ക്ക് അധീനായിട്ടൊന്നുമല്ല ഭഗവാൻ അവിടെ വന്നത് എന്നാണ്. ഇച്ഛാനുത ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് അവിടെ അവതരിച്ചത് എന്ന് പറയുകയാണ്. ഇനി അതിലുള്ള അടുത്ത ശ്ലോകങ്ങൾ അതിങ്ങനെ സൂചിപ്പിക്കും. യദേഹധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മന തദാ തു ഭഗവാനീശ ആത്മാനം സൃജതേ ഹരി. യഥാ എപ്പോഴെല്ലാം ഇഹ ഈ ലോകത്തിൽ ധർമ്മസ്യ ക്ഷയ ധർമ്മത്തിൻ്റെ ക്ഷയവും പാപ്മന അധർമ്മത്തിൻ്റെ വൃദ്ധിച്ച വളർച്ചയും ഉണ്ടാകുന്നത് തഥാതു അപ്പോഴെല്ലാം ഭഗവാൻ ഈശ ഹരി ഭഗവാനും ഈശ്വരനുമായിട്ടുള്ള ശ്രീഹരി ആത്മാനം സൃജതേ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയാണ്. നഹ്യസ്യ ജന്മനോ ഹേതു കർമ്മണോ വാ മഹീപതേ ആത്മമായം വിനേശസ്യ
പരസ്യ ദ്രഷ്ടുരാത്മനാ. ഹേ മഹീപതേ, ഹേ രാജൻ പരീക്ഷിത്തേ, പരസ്യ ദ്രഷ്ടു, ആ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആളാണ് ഭഗവാൻ. പിന്നെയോ ദ്രഷ്ടുവാണ്, എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഭഗവാന് ആ ആത്മസ്വരൂപിയായിട്ടുള്ള അദ്ദേഹത്തിന് ആ ഈശ്വരനായിട്ടുള്ള ഭഗവാന് ജന്മന കർമ്മണവാം ആത്മമായാം വിന ഹേതു നഹി. അതായത് ജന്മത്തിനോ കർമ്മത്തിനോ തൻ്റെ മായാവിലാസം എന്നല്ലാണ്ട് വേറൊരു കാരണമില്ല എന്ന്. മറ്റുള്ള എല്ലാ ജീവാത്മാക്കൾക്കും എന്താണ് മുജ്ജന്മത്തെ ചെയ്ത് മുൻപ് ചെയ്തുള്ള കർമ്മത്തിൻ്റെ ഫലമായിട്ട് പ്രാരബ്ധ കർമ്മം അനുഭവിക്കുക എന്നുള്ള ഒരു സംഗതി വരുന്നുണ്ട്. എന്നാൽ ഭഗവാൻ അതില്ല. ഭഗവാൻ തൻ്റെ മായയുള്ളിൽ സ്വയം, അതാണ് ആ പ്രകൃതിയും സ്വാം അധിഷ്ഠായ എന്ന് ഗീതയിൽ ഭഗവാൻ അവതാരത്തിനെ പറ്റി പറയും. ഞാൻ ജീവാത്മാക്കളെ പറ്റി പറയുമ്പോൾ എന്താ പറയുക? പ്രകൃതിയും സ്വാം അവഷ്ടഭ്യ, അതായത് തൻ്റെ ആ പ്രകൃതിയിൽ ആ മുഴുകിയിട്ടാണ് ജീവാത്മാക്കൾ വരുന്നത്. എന്നാലോ ആ തൻ്റെ ആ പ്രകൃതിയെ സ്വീകരിച്ചിട്ടാണ് ഭഗവാൻ വരുന്നത്, അവതരിക്കുന്നത്. അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെയോ യന്മായാചേഷ്ടിതം പുംസ സ്ഥിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേർ ആത്മലാഭായ ചേഷ്യതേ. ഈ ഭഗവാന്റെ ഈ മായ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? യന്മായാചേഷ്ടിതം സ്ഥിത്യുൽപത്യപ്യയായ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ഇതിലെ അതുമാതിരി ലയം ഇതിനും അനുവൃത്തെ, ഇനി ഇതിൽ നിന്നുള്ള ഈ അതിൽ നിന്നുള്ള വിമോചനത്താൽ തന്നിവൃത്തെ ആത്മലാഭായ ചൈഷ്യതേ, ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടി ഉപകരിക്കൂ എന്നതുകൊണ്ട് പുംസ അനുഗ്രഹീ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അവതാരം ഒരു അനുഗ്രഹമാണ്. കാരണം എന്താണ് ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് എന്താണ്ടാവുക? ആ ഭഗവാന്റെ ഓരോ മായയെ സ്വീകരിക്കുന്ന സമയത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഭഗവാൻ ഇങ്ങനെ അവതരിച്ച ഓരോ ലീലകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ മനസ്സ് മുഴുകിയിട്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാവുന്ന മായയിൽ നിന്ന് പുറത്ത് കടന്ന് തൻ്റെ ആത്മസ്വരൂപത്തിനെ ഓരോ പുരുഷനും സ്വയം മനസ്സിലാക്കാൻ കഴിയും ചെയ്യും. എന്നിട്ട് ഭഗവാന്റെ കഥ പറയുകയാണ്. അക്ഷൗഹിണീനം പതിവിർ ആസുരൈർ നൃപല അഞ്ജനൈ ഭുവ ആക്രമ്യമാണായ അഭാരായ കൃതോദ്യമാ കർമ്മണ്യപരിമേയാണി മനസാപി സുരേശ്വരൈ സഹസംഘർഷണചക്രേ ഭഗവാൻ മധുസൂദന. അങ്ങനെ ആ ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണു മധുസൂദനൻ എന്ത് ചെയ്തു? സഹസംഘർഷണ, തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആദിശേഷനും കൂടി ചേർന്ന് അവതരിച്ചിട്ട് അക്ഷൗഹിണീനാം പതിഭി, അനേകം അക്ഷൗഹിണികളുടെ സൈന്യങ്ങളുടെ അധിപന്മാരും നൃപലാഞ്ചനൈ അസുരൈ, ക്ഷത്രിയ രാജാക്കന്മാരുടെ ബാഹ്യ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളവരും ആസുര സ്വഭാവമുള്ള അസുരന്മാരായിട്ടുള്ള അവരാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭുവ അഭാരായ ഈ ഭൂമിയുടെ ആ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഉദ്യമിക്കുന്നവനായിട്ട് സുരേശ്വരൈ ദേവപ്രവരന്മാരാൽ മനസ്സുകൊണ്ട് പോലും വിഭാവനം ചെയ്യാൻ അസാധ്യമായ അപരിമേയാണി കർമാണി, അങ്ങനെയുള്ള പ്രവൃത്തികളെ ചക്രേ ചെയ്തു എന്ന് പറയാണ് ഭഗവാൻ ആ അവതാര ലീല പാടുന്ന സമയത്ത്. എന്നിട്ടോ അത് കൂടാതെ എന്തിനു കൂടിയിട്ടാണ്? കലൗ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വേദനോല്യശ എന്ന് മാത്രമല്ല, കലവൂ ജനിഷ്യമാണാനാം, ഈ കലികാലത്ത് ജനിക്കാനിരിക്കുന്ന ഭക്താനാം അനുഗ്രഹായ, തൻ്റെ ഭക്തന്മാരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ടും ദുഃഖശോകതമോനുദം, അവർക്ക് ഈ കലികാലം കൊണ്ടുണ്ടാവുന്ന ദുഃഖം, ശോകം, അജ്ഞാനം ഇവയെ അകറ്റുന്നതും സുപുണ്യം ഏറ്റവും പുണ്യപ്രദവുമായ യശവ്യതനോൽ യശസ്സിനെ എവിടെയും വ്യാപിപ്പിച്ചു. യസ്മിൻ സൽക്കർണപീയൂഷേ യശസ്തീർത്ഥവരേ സകൽ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ കർമ്മവാസനം. അങ്ങനെ യശസ്സിനെ എല്ലാ ദിക്കിലും വ്യാപിപ്പിച്ചു. അപ്പം എന്താണ് ആ യശസ്സിനെ എങ്ങനെയാണ്? വളരെ തീർത്ഥവരെ എന്നാണ്. അതായത് യശസ് തീർത്ഥ ഭഗവത് കീർത്തിയാകുന്ന ആ ഒരു പുണ്യതീർത്ഥത്തിനെ യാതൊരു ജനങ്ങൾ സൽക്കർണ സജ്ജനങ്ങളുടെ ആ ശ്രവണപുടങ്ങൾക്ക് അമൃതമായിട്ടുള്ള ആ ഭഗവത് കീർത്തിയാകുന്ന ആ പുണ്യതീർത്ഥത്തെ
ശ്രോത്രാഞ്ജലി സഖിൽ ഉപസ്പൃശ്യ തങ്ങളുടെ ആ കർണമാകുന്ന പാനപാത്രത്തോട് കൂടിയിട്ട് ഒരു പ്രാവശ്യം ആ സഖിൽ ആചമനം ചെയ്തിട്ട് കർമ്മവാസനാം ദുനുദേ കർമ്മവാസനകളെ എല്ലാം ഉന്മൂലനം ചെയ്യുന്നു പറയുകയാണ്. മനുഷ്യന് ഒറ്റ തവണ ഭഗവാന്റെ കഥകൾ അങ്ങോട്ട് ചെവിയിൽ കൂടെ കേട്ടാൽ മതി. യഥാ പുണ്യതീർത്ഥം അത് ചെവി കൂടെ കഴിഞ്ഞു വെച്ചാൽ എല്ലാ കർമ്മവാസനകൾ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും ജന്മം ഉണ്ടായിത്തീരുക. അപ്പോൾ ജന്മം നിന്ന് മുക്തി നേടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ച് ലീലകൾ ആടിയത്. ഇനി ആ ഭഗവാന്റെ ലീലകൾ എന്താണ് എങ്ങനെ കഥ? ഭോജവൃഷ്ണ അന്തകമതു ശൂരസേന ദശാർഹകൈ ശ്ലാഘനീയേഹിതസ്വൽ ഒരു സൃഞ്ജയ വണ്ടുഭി സ്നിഗ്ധ സ്മിതേക്ഷിതോദാരൈ വാക്യൈ വിക്രമലീലയാ ലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരമ്യയാ. ഭഗവാന്റെ മൂർത്തി എന്ന് ആലോചിക്കൂ. സർവാംഗരമ്യയാ ആ മൂർത്തിയ, അതായത് മനുഷ്യലോകത്തിനെ മുഴുവൻ എല്ലാ അംഗങ്ങളും ഭഗവാന്റെ ഓരോ അംഗം അത്ര സുന്ദരമായിരുന്നു പറയണം. അങ്ങനെയുള്ള ആ മൂർത്തിയെ കൊണ്ട് എങ്ങനെയാണ് പ്രപഞ്ചത്തിനെ ലോകം രമയാമാസ ലോകത്തിനെ മുഴുവൻ ആനന്ദിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പം ഇതിന് എവിടെയാണ് ഭഗവാൻ വസിച്ചത്? ഭോജന്മാര്, വൃഷ്ണികള്, അന്തകന്മാര്, മധുക്കള്, ശൂരസേനന്മാര്, ദശാർഹന്മാർ ഇവരെല്ലാം യാദവ വംശത്തിലെ പേരുകെട്ട രാജാക്കന്മാരുടെ പൗത്രന്മാരായിട്ട് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകൾ വന്നാണ്. ഇവരെല്ലാം പൊതുവേ യാദവന്മാരാണ്. അതിനു പുറമെ കുരുസൃഞ്ജയ പാണ്ഡുവി കൗരവന്മാര്, പാഞ്ചാലന്മാര്, പാണ്ഡവന്മാര് എന്നിവരാരും ശ്ലാഘനീയേഹിത പ്രശംസനീയമായിട്ടുള്ള ലീലാവിലാസത്തോടു കൂടിയവരായിട്ടാണ്. പിന്നെ ഭഗവാന്റെ രൂപോ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈ, അതായത് നല്ല പ്രേമാർദ്രമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള കടാക്ഷ വീക്ഷണങ്ങൾ, അതുമാതിരി ഉദാരങ്ങളായിട്ടുള്ള വാക്യങ്ങൾ, മനോഹരമായിട്ടുള്ള പരാക്രമത്തെ കാണുന്ന ലീലകൾ, അതുമാതിരി മനോഹരമായിട്ടുള്ള സൗന്ദര്യങ്ങളുള്ള തൻ്റെ രൂപം, ഇങ്ങനെ ലോകത്തിനെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു ആ ഭഗവാൻ. യസ്യാനനം മകരകുണ്ടലചാരുകർണ രാജൽകപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തതൃപുർ ദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച. ആ ഭഗവാന്റെ ആ സർവാംഗ സുന്ദരമായിട്ടുള്ള രൂപം ഉണ്ടല്ലോ, അതിനെ ഒന്നും കൂടി മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ്. ആ മുഖകാന്തി കൊണ്ട് തന്നെ യസ്യാനനം മനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ മുഖം അതെങ്ങനെയാണ്? മകരകുണ്ടല ചാരുകർണ ഭ്രാജൽ കപോല സുഭഗം, മകരകുണ്ടലങ്ങളുടെ ആ ശോഭ കൊണ്ട് മനോഹരങ്ങളായിട്ടുള്ള ചെവികൾ, അതുമാതിരി തിളങ്ങുന്ന കവിൾത്തടങ്ങൾ, പിന്നെ സവിലാസഹാസം നല്ല ലീലാവിലാസത്തോടു കൂടിയുള്ള പുഞ്ചിരി, നിത്യോത്സവം സർവദാ ആനന്ദദായകമായിട്ടുള്ള യസ്യ ആനന ആ യാതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ തിരുമുഖത്തെ ദൃശിഭി പിബന്ധ്യ തങ്ങളുടെ ആ കണ്ണുകളെ കൊണ്ട് അങ്ങനെ പാനം ചെയ്തുകൊണ്ട് നരാച മനുഷ്യ സ്ത്രീകളും പുരുഷന്മാരും മോദിച്ചവരായി എന്ന് പറയാണ്. എന്നിട്ടോ എന്നാ തതൃപു അവർക്ക് ഒട്ടും മതി വന്നില്ല എന്ന് പറയണേ. എത്ര കണ്ണുകളെ കൊണ്ട് കുടിച്ചിട്ടും ആ സൗന്ദര്യം കുടിച്ചിട്ടും അവർക്ക് മതി വരില്ല എന്ന്. എന്നിട്ട് അവർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു എന്നാണ്. ആരോടെ? നിമേ കുപിത, അതായത് നിമി ചക്രവർത്തിയല്ലേ ആ കണ്ണിൽ വന്ന് കൂടിയിട്ട് കൺപോളകൾക്ക് ഇങ്ങനെ ചലനം ഉണ്ടാക്കി. അപ്പം എന്താണ്, ആ നിമിഷന്മാരെമാരി ഇങ്ങനെ കണ്ണടക്കാണ്ട് ഭഗവാനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഈ നിമി വന്ന് കണ്ണിലിരിക്കൊണ്ട് അതിങ്ങനെ അടയണ സമയത്ത് ഭഗവാനെ ആ അരനിമിഷം അത്രച്ച് അത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ നിമിയുടെ കൺപോളകളോട് അവർക്ക് കൂട്ടവർ, അതാണ് നിമേ കുപിത ഐ എന്നാണ് പറയണത്. എന്നല്ലോ അങ്ങനെയുള്ള ഭഗവാൻ ജാതോഗത പിതൃഗൃഹാൽ വ്രജമേദിതാർത്ഥോ അദ്വാരിമുൻ സുതശതാനി കൃതോരുധാര ഉത്പാദ്യതേഷു പുരുഷ ക്രതുഭി സമീജേ ആത്മാനമാത്മനിഗമം പ്രഭയഞ്ജനേഷു. മഹാപുരുഷനായിട്ടുള്ള മഹാഭഗവാൻ മഹാവിഷ്ണുവും അവതാരം ചെയ്തിട്ട് പിതൃഗൃഹാൽ അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്ന് വ്രജം ഗോകുലത്തിലേക്ക് യാത്രയായി. ഏതിതാർത്ഥം അവരുടെ സമ്പത്തിനെ വളർത്തിയവനായിട്ട് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് അവിടെയുള്ള രിപൂൻ ഹത്വ
ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു. അതിനുശേഷം മധുരയിൽ വന്നതിന് ശേഷം അനേകം പത്നിമാരെ വിവാഹം കഴിച്ചു. തേഷു അവരിൽ സുതശത നൂറ്റിക്കണക്കിന് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച് ജനേഷു ആത്മനിഗമം ജനങ്ങൾക്കിടയിൽ തൻ്റെതായിട്ടുള്ള ആ വേദമാർഗത്തെ പ്രസിദ്ധമാക്കി ചെയ്തുകൊണ്ട്, എങ്ങനെ പ്രസിദ്ധമാക്കി ചെയ്തത്? താൻ തന്നെ നിയമിച്ചുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ട് ക്രതുവി ആത്മാനം ആ യജ്ഞങ്ങളെ കൊണ്ട് തന്നെ ആത്മസ്വരൂപനാണ് തന്നെ യജിച്ചു. അതായത് എങ്ങനെ വേണം യഥാർത്ഥ രാജാവ് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം വൈ ഗുരുപരം ക്ഷപയൻ കുരൂണം അന്തസ്സമുദ്ധകലിനാ യുധിഭൂപചമ്വ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമകാൽ സ്വധാമ. സവൈ ആ ഭഗവാൻ തന്നെ, നേരത്തെ പറഞ്ഞില്ലേ യജ്ഞങ്ങളെ കൊണ്ട് തന്നെ യജിച്ചു. അതിനുശേഷം കുരൂണാം അന്തസ്സമുദ്ധകലിന, ആ കുരുവംശക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കലഹത്തെ നിമിത്തമാക്കി പൃഥ്വിയാ ഗുരുഭാരം, ഭൂമിയുടെ കനത്ത ഭാരത്തെ ക്ഷയിപ്പിക്കാനായിട്ട് ഭൂപജമ്വ, യുദ്ധത്തില് രാജാക്കന്മാരുടെ സേനാധിപന്മാരെ മുഴുവൻ ദൃഷ്ട്യാ വിധൂയ, തൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അവരുടെ പ്രാണനെ മുഴുവൻ വലിച്ച് അവരെയൊക്കെ നശിപ്പിച്ച്, എന്നാൽ അതേ സമയത്ത് നിമിത്തമാത്രമാക്കിയിട്ട് ജയം വിജയേ ഉദ്വിഘോഷ്യ, ആ ജയത്തിനെ മുഴുവൻ അർജുനനിൽ ഉദ്ഘോഷിച്ച് പരം കേവലമായ ജ്ഞാനത്തെ ഉദ്ധവന് ഉപദേശിക്കുകയും ചെയ്ത് സ്വധാമസമകാൽ തൻ്റെ സ്വധാമത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ആ ഭഗവാൻ ശ്രീകൃഷ്ണാവതാര ലീലകൾ മുഴുവൻ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി ഈ അധ്യായവും നവമസ്കന്ധവും അവസാനിപ്പിക്കുകയാണ്. ഓം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസഹസ്രം സംഹിതായാം നവമസ്കന്ധേ ശ്രീ സൂര്യസോമവംശാനുകീർത്തനേ യദുവംശാനുകീർത്തനം നാമ ചതുർവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നാരായണ നാരായണ നാരായണ.